എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ അപ് ടു SSLC ലെവലിലെ മെയിൻ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2021 ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പൊ അത് നോക്കി പഠിക്കുക. ഇപ്പൊ 161ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെയുള്ള എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും 80% എബവ് മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവണം. കാരണം അത്രയും നമ്മൾക്ക് റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മളുടെ PSCയിൽ വരുന്നത്. കുറെ കമന്റ്സും വന്നിട്ടുണ്ടായിരുന്നു. അത് നോക്കിയത് കൊണ്ട് കുറച്ച് കൂടുതൽ മാർക്ക് കിട്ടി, കൂടുതൽ വേഗത്തിൽ എഴുതാൻ പറ്റി എന്നുള്ളതൊക്കെ നമ്മളുടെ വീഡിയോസിൽ കമന്റ്സും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളെല്ലാം നോക്കി പഠിക്കുകയാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല മാർക്ക് തന്നെ കിട്ടും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയുള്ളൂ. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന ഫലമായി ഇന്ത്യയിൽ നിയമം മൂലം ബ്രിട്ടീഷുകാർ നിരോധിച്ച അനാചാരങ്ങൾ ഏതെല്ലാം? വിധവ പുനർവിവാഹം നിരോധിച്ചു, അടിമത്തം നിരോധിച്ചു, സതി നിരോധിച്ചു, ശൈശവ വിവാഹം നിരോധിച്ചു. ആൻസർ എന്താണ് വരിക? എ ആണ് ആൻസർ. 2, 3, 4 ആണ് നിരോധിച്ചത്. അടിമത്തം നിരോധിച്ചു, സതി നിരോധിച്ചു, ശൈശവ വിവാഹം നിരോധിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗാന്ധിജി ഇടപെട്ട പ്രാദേശിക സമരങ്ങളിൽ പെടാത്തവ തിരഞ്ഞെടുക്കുക. അഹമ്മദാബാദിലെ തുണിമിൽ സമരം, ഖേദയിലെ കർഷക സമരം, തെലങ്കാന സമരം, സ്വദേശി പ്രസ്ഥാനം. ആൻസർ സി ആണ് വരിക. 3, 4 ആണ്. തെലങ്കാന സമരവും സ്വദേശി പ്രസ്ഥാനവുമാണ് സമരങ്ങളിൽ പെടാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. യങ് ഇന്ത്യ ഹരിജൻ, ദാദാഭായ് നവറോജി, കേസരി മറാത്ത, ബാലഗംഗാധര തിലക്, വോയിസ് ഓഫ് ഇന്ത്യ, സുരേന്ദ്രനാഥ് ബാനർജി, വന്ദേ മാതരം, ലാല ലജ്പത് റായ്. ആൻസർ ബി ആണ്. 2, 4 ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെനസ്വേല, കൊളംബിയ, ഇക്വേഡർ, പെറു തുടങ്ങിയ രാജ്യങ്ങളെ സ്പെയിനിന്റെ ആധിപത്യത്തിൽ നിന്നും മോചിപ്പിച്ചത് ആരെ? ആൻസർ ഡി. സൈമൺ ബോളിവർ. 1956 പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം നിലവിൽ വന്ന സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും എത്ര? ആൻസർ ഡി. 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിൽ നടന്ന മുക്കുത്തി സമരവും അച്ചിപ്പുടവ സമരവും നയിച്ചതാരെ? ആൻസർ സി. ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിൽ സൂര്യൻ വരുന്ന ദിവസം അല്ലെങ്കിൽ ദിവസങ്ങൾ ഏതെല്ലാം? മാർച്ച് 21, ജൂൺ 21, സെപ്റ്റംബർ 23, ഡിസംബർ 22. ആൻസർ ബി ആണ്. 1, 3 ആണ് ശരിയായിട്ടുള്ളത്. മാർച്ച് 21, സെപ്റ്റംബർ 23. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും അന്തരീക്ഷത്തിൽ താപം പ്രസരിക്കുന്ന വിവിധ രീതികൾ തിരഞ്ഞെടുക്കുക. ചാലനം, സംവഹനം, അഭിവഹനം, ബാഷ്പീകരണം. ആൻസർ എ ആണ്. 1, 2, 3 ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നാം അധിവസിക്കുന്ന ഭൂമിയും സൗരയൂഥവും ക്ഷീരപഥ ഗാലക്സിയിൽ ഉൾപ്പെട്ടതാണ്. ഇതിന്റെ ആകൃതി എന്താണ്? ആൻസർ എ. സർപ്പിളാകാരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൂട്ടത്തിൽ പെടാത്തത് തിരഞ്ഞെടുക്കുക. ഒക്ടോബർ ചൂട്, ചിനുക്ക്, മാംഗോ ഷവേഴ്സ്, പശ്ചിമ അസ്വസ്ഥത. ആൻസർ ബി ആണ്. ചിനുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? സഞ്ചാരപഥം ഭൂമിയിൽ നിന്നും ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിൽ ഭൂമിയുടെ ഭ്രമണ വേഗത്തിനു തുല്യമായ വേഗത്തിൽ സഞ്ചരിക്കുന്നു. പ്രദേശത്തിന്റെ ആവർത്തിച്ചുള്ള വിവരശേഖരണം സാധ്യമാകുന്നു. വാർത്താവിനിമയത്തിന് പ്രയോജനപ്പെടുന്നു. ആൻസർ സി ആണ്. 1, 2, 4 ആണ് ശരിയായ പ്രസ്താവനകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാംസ്കാരിക ഭൂപടങ്ങൾക്ക് ഉദാഹരണങ്ങൾ തിരഞ്ഞെടുക്കുക. സൈനിക ഭൂപടം, ഭൂവിനിയോഗ ഭൂപടം, കാലാവസ്ഥാ ഭൂപടം, രാഷ്ട്രീയ ഭൂപടം. ആൻസർ ഡി ആണ്. 1, 2, 4 ആണ് ശരിയായിട്ടുള്ളത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ നബാർഡുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? തെറ്റാണ് ചോദിക്കുന്നത്. നബാർഡുമായി ബന്ധമില്ലാത്തത്, അതായത് വ്യവസായ വായ്പകൾ നൽകുന്ന പരമോന്നത ബാങ്ക് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേന്ദ്ര പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങൾക്ക് പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സ്വതന്ത്ര അധികാരങ്ങൾ നൽകുന്നതിനായി ഭാരത സർക്കാർ നൽകുന്ന പ്രത്യേക പദവി ഏതാണ്? ആൻസർ ഡി ആണ്. മഹാരത്ന, നവരത്ന, മിനിരത്ന ഇവയെല്ലാമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ജോഡികളിൽ ശരിയായി യോജിക്കുന്നത് ഏത്? പദ്ധതികളും പ്രധാന ലക്ഷ്യങ്ങളും. മൂന്നാം പഞ്ചവത്സര പദ്ധതി വ്യവസായ വികസനം, അഞ്ചാം പഞ്ചവത്സര പദ്ധതി സുസ്ഥിര വികസനം, എട്ടാം പഞ്ചവത്സര പദ്ധതി മാനവശേഷി വികസനം, 12ാം പഞ്ചവത്സര പദ്ധതി ഗ്രാമീണ വികസനം. ഇതിൽ ശരിയായി യോജിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അതിലെ എട്ടാം പഞ്ചവത്സര പദ്ധതി മാനവശേഷി വികസനം എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവർ ഒഴിവാക്കിയതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന സ്ഥാപനം ഏത്? അതും അവർ ഒഴിവാക്കിയതാണ്. 2017 ജൂലൈ 1 ഇന്ത്യയിൽ നിലവിൽ വന്ന GSTയിൽ ലയിക്കപ്പെടാത്ത നികുതി ഏത്? ആൻസർ സി, ആദായ നികുതി. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് രൂപീകരിച്ച വർഷമേത്? ആൻസർ ബി, 1967 സെപ്റ്റംബർ. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ആക്ട് നിലവിൽ വന്നത്? ആൻസർ ഡി, 2008 ഓഗസ്റ്റ് 11. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ബന്ധപ്പെട്ട കേശവാനന്ദ ഭാരതി കേസിൽ താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? വായിച്ചു നോക്ക. ശരിയായ പ്രസ്താവന ഏതാണ്? ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ആശയം സുപ്രീം കോടതി കൊണ്ടുവന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഹരിത കേരളം പദ്ധതിയെ പറ്റി ശരിയായ പ്രസ്താവന ഏത്? ശരിയായ പ്രസ്താവന ഏതാണ്? മാലിന്യ നിർമ്മാർജ്ജനം, പരിസ്ഥിതി സംരക്ഷണം, കാർഷിക വികസനം തുടങ്ങിയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ആരംഭിച്ച പദ്ധതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാഷ്ട്രപതിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള ഇംപീച്ച്മെന്റിനെ പറ്റി ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഇത് കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. 14 ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകിയതിനു ശേഷം മാത്രമേ പാർലമെന്റിൽ ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കാവൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മഴക്കെടുതികൾക്കെതിരെ ജാഗ്രത പുലർത്തുന്നതിന് വേണ്ടി കേരള ദുരന്ത നിവാരണ അതോറിറ്റി യെല്ലോ അലർട്ട് പുറപ്പെടുവിക്കുന്നതിന്റെ ഉദ്ദേശ്യം എന്താണ്? 24 മണിക്കൂറിൽ 6 സെന്റിമീറ്റർ മുതൽ 11 സെന്റിമീറ്റർ വരെ മഴ പെയ്യുമെന്ന മുന്നറിയിപ്പാണ് യെല്ലോ അലർട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ DP ഗെഹ്താന്റെ നിര്യാണത്തെ തുടർന്നുണ്ടായ ഒഴിവിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗം? ആൻസർ സി, TT കൃഷ്ണമാചാരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്തിനു വേണ്ടിയുള്ള പദ്ധതിയാണ് സെൻട്രൽ വിസ്മ? ആൻസർ ബി ആണ്, പുതിയ പാർലമെന്റ് സമുച്ചയ നിർമ്മാണം. താഴെ പറയുന്നവയിൽ ഏതു വിഭാഗം ഉദ്യോഗസ്ഥരാണ് കേരള സബോർഡിനേറ്റ് സർവീസ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്? ആൻസർ എ, കേരള ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവർ ഒഴിവാക്കിയതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ നികുതി പങ്കിടുന്നതിനെ പറ്റി രാഷ്ട്രപതി സമർപ്പിക്കുന്നതിന് അധികാരമുള്ള ഭരണഘടനാ സ്ഥാപനം ഏത്? ഏതാണത്? ധനകാര്യ കമ്മീഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയായ കുടുംബശ്രീയുടെ ഉദ്ഘാടനം നിർവഹിച്ച പ്രധാനമന്ത്രി? ആൻസർ ബി, AB വാജ്പേയി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഭരണഘടനയിലെ അനുച്ഛേദങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്?
ആൻസർ എ ആണ്. അനുച്ഛേദം 20 ഒരു കുറ്റത്തിന് ഒന്നിലധികം പ്രാവശ്യം ഒരു വ്യക്തിയെ ശിക്ഷിക്കാൻ പാടില്ല എന്ന് അനുശാസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് കേന്ദ്രഭരണ പ്രദേശത്തിനാണ് രാജ്യസഭയിൽ പ്രാതിനിധ്യം ഉള്ളത്? ആൻസർ ഡി, ജമ്മു കാശ്മീർ. മാതാപിതാക്കളുടെ മരണം മൂലം സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസം നൽകി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ധനസഹായ പദ്ധതി. ഇത് കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ്. സ്നേഹപൂർവം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൈമേറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ജീവികളെ പ്രൊസീമിയൻസ് എന്നും ആന്ത്രോപോയിഡ് എന്നും തരംതിരിച്ചിട്ടുണ്ട്. ഇതിൽ പ്രൊസീമിയൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ജീവിക്ക് ഉദാഹരണമാണ് ആൻസർ ബി, ലിമാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തിരുവനന്തപുരം, ഇടുക്കി ജില്ലകളിൽ നിന്ന് പുതുതായി കണ്ടെത്തിയ ഏതിനം സസ്യവിഭാഗത്തിനാണ് മുൻ കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി കെ ശൈലജയോടുള്ള ബഹുമാനാർത്ഥം ഇൻ പേഷ്യൻസ് ശൈലജേ എന്ന പേര് നൽകിയത്? ആൻസർ ബി ആണ്, കാശിത്തുമ്പ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യന്റെ ദഹന പ്രക്രിയയിൽ രാസാഗ്നികൾക്ക് പ്രധാന പങ്കുണ്ട്. മാംസ്യത്തിന്റെ ദഹനത്തെ സഹായിക്കുന്ന ആഗ്നേയരസത്തിലെ രാസാഗ്നിയാണ്? ആൻസർ സി, ട്രിപ്സിൻ. വൈറസ് വഴി ഉണ്ടാകുന്ന രോഗം? ആൻസർ സി, മഞ്ഞപ്പിത്തം. താഴെ പറയുന്ന പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ കിട്ടുന്ന സേവനങ്ങളിൽ ഏതാണ് ശരി? പ്രസവവും പരിചരണവും, മരുന്നുകൊടുത്ത ചികിത്സ, പ്രതിരോധ കുത്തിവയ്പ്, കിടത്തി ചികിത്സ. ആൻസർ ബി ആണ്, 2ഉം 3ഉം ആണ്. അതായത് മരുന്ന് കൊടുത്തുള്ള ചികിത്സയും പ്രതിരോധ കുത്തിവയ്പ്പുമാണ് നമുക്ക് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ കിട്ടുന്നത്. പാപ് സ്മിയർ പരിശോധന ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അർബുദവുമായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിയന്ത്രിക്കുന്ന നിയമം? ആൻസർ ബി, COTPA. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആധുനിക വൈദ്യശാസ്ത്ര പഠനം നടത്തിവരുന്ന കേരളത്തിലെ സർക്കാർ സ്ഥാപനം? ആൻസർ ബി, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ഉപഗ്രഹത്തിന്റെ ഗതികോർജം 2mJ ആണ് എങ്കിൽ ആ ഉപഗ്രഹത്തിന്റെ ആകെ ഊർജം എത്രയായിരിക്കും? ആൻസർ സി, -2mJ. ഒരു ദ്വിതീയ മഴവില്ലിൽ വയലറ്റ് നിറത്തിന്റെ വ്യതിയാന കോൺ എത്ര? ആൻസർ ബി, 54.2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വായു മൂലമുണ്ടാകുന്ന ഘർഷണം എങ്ങനെ കുറയ്ക്കാം? ആൻസർ എ, സ്ട്രീം ലൈനിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവർ ഒഴിവാക്കിയതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സൂര്യന്റെ അന്തരീക്ഷമായ കൊറോണയിൽ അനുഭവപ്പെടുന്ന കഠിനമായ ചൂടിനെ കുറിച്ചും മറ്റ് സൗര പ്രതിഭാസങ്ങളെ കുറിച്ച് പഠിക്കുവാനും ഇന്ത്യ വിക്ഷേപിക്കുവാനൊരുങ്ങുന്ന പേടകം? അന്നത്തെ കറണ്ട് അഫയേഴ്സിൽ വന്നതാണ്. ആദിത്യ L1 ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരേ സമയം വൈദ്യുത ചാലകമായും വൈദ്യുത രോധിയായും അവതരിക്കാൻ കഴിയുന്ന ദ്രവ്യ രൂപം? ആൻസർ ഡി ആണ്, ജാൻ ടെല്ലർ മെറ്റൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആദ്യത്തെ കൃത്രിമ മൂലകം ഏത്? ആൻസർ എ, ടെക്നീഷ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നൈട്രജൻ വാതകത്തിന്റെ ക്രിട്ടിക്കൽ താപനില? ആൻസർ ബി, 126.4 കെൽവിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആംഫോടെറിക് ഓക്സൈഡിന് ഉദാഹരണം ഏത്? ആൻസർ സി, Al2O3. കോവിഡുമായി ബന്ധപ്പെട്ട് സ്വാബ് സെക് എന്താണ്? ആൻസർ ബി, ടെസ്റ്റിംഗ് പ്ലാറ്റ്ഫോം.
കേരളത്തിലെ ഏറ്റവും വലിയ ചുമർ ചിത്രമായ ഗജേന്ദ്രമോക്ഷം ചിത്രണം ചെയ്തിട്ടുള്ളത് എവിടെയാണ്? ആൻസർ സി, കൃഷ്ണപുരം കൊട്ടാരം. ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന പ്രസിദ്ധനായ എഴുത്തുകാരൻ ആര്? ആൻസർ ബി, PC കുട്ടിക്കൃഷ്ണൻ. ജലത്തിന്റെ പൂരം എന്നറിയപ്പെടുന്നത്? ആൻസർ സി, ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഡിജിറ്റൽ ആൻഡ് ഓൺലൈൻ പഠനം ഉറപ്പുവരുത്തുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി? ആൻസർ എ, ഫസ്റ്റ് ബെൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കണ്ണശ്ശ സ്മാരകം ആരുടെ സ്മരണയ്ക്കുള്ളതാണ്? ആൻസർ ബി, നിരണം കവികൾ. കേരളത്തിലെ ആദ്യ ഫിലിം സ്റ്റുഡിയോ? ആൻസർ എ, ഉദയ സ്റ്റുഡിയോ. പാരാലിമ്പിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത? ആൻസർ ബി, അവാണി ലേഖര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവർ ഒഴിവാക്കിയതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളും ഭാഷാ പ്രോസസ്സറുകളും സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഘടകങ്ങളാണ്. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഡിസ്കിലെ ഫയലുകൾ പുനഃക്രമീകരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഡിസ്ക് ഡിഫ്രാഗ്മെന്റർ. ഒരു ഉയർന്ന ഭാഷാ പ്രോഗ്രാമിനെ മെഷീൻ ഭാഷയിൽ നിന്ന് വരികളായി പരിവർത്തനം ചെയ്യുന്ന ഒരു തരം ഭാഷാ പ്രോസസ്സറാണ് ലൈൻ ബൈ ലൈൻ എക്സിക്യൂട്ടറാണ് കമ്പൈലർ. മുകളിൽ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായത്? ആൻസർ എ ആണ്, 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സൈബർ കുറ്റകൃത്യ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ഇനി പറയുന്ന ജോഡികൾ പരിഗണിക്കുക. ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പ്, വസ്തുവകകൾക്കെതിരായ സൈബർ കുറ്റകൃത്യങ്ങൾ, ഇന്റർനെറ്റ് സമയമോഷണം, വ്യക്തികൾക്കെതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ, സൈബർ ഭീകരത, സർക്കാരിനെതിരെ സൈബർ കുറ്റകൃത്യങ്ങൾ, സ്വകാര്യതയുടെ ലംഘനം, വസ്തുവകകൾക്കെതിരായ സൈബർ കുറ്റകൃത്യങ്ങൾ. മുകളിൽ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ ഏതാണ് ശരിയായി പൊരുത്തപ്പെടുന്നത്? ആൻസർ എ ആണ്, 1ഉം 2ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് വേർഡ് പ്രോസസ്സറുകൾ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന് കീഴിൽ വരുന്നത്? ആൻസർ ഡി ആണ്, ലിബ്രെ ഓഫീസ് റൈറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ഇന്റർനെറ്റിലെ സേവനങ്ങൾ അല്ലാത്തത് തിരഞ്ഞെടുക്കുക. ആൻസർ സി ആണ്, ടോപ്പോളജി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ആൻസർ എന്താ വരിക? സംസ്ഥാനത്ത് നിയമിക്കുന്ന മുഖ്യ വിവരാവകാശ കമ്മീഷണറെ കാലാവധിക്ക് ശേഷം പുനർനിയമം നടത്തുവാൻ സാധ്യമല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ 2 പ്രസ്താവനകൾ മനസ്സിലാക്കിയ ശേഷം ഉചിതമായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം നിയമിക്കുന്ന ദേശീയ ഉപഭോക്തൃ പരിഹാര കമ്മീഷനിൽ പ്രസിഡന്റും കൂടാതെ 4ൽ കുറയാത്ത അംഗങ്ങളും ഉണ്ടായിരിക്കണം. ദേശീയ കമ്മീഷന് മുൻപാകെ നേരിട്ട് സമർപ്പിക്കുന്ന പരാതികൾക്ക് അതിന്റെ അധികാരപരിധി നിശ്ചയിക്കുന്നതിനായി 10 കോടിയിലധികം രൂപയുടെ വില ഉണ്ടായിരിക്കണം. ആൻസർ സി ആണ്, പ്രസ്താവനകൾ 2ഉം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗാർഹിക പീഡനങ്ങളിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന 2005 നിയമം അനുസരിച്ച് ഗാർഹിക പീഡനം എന്ന നിർവചനത്തിന്റെ പരിധിയിൽ വരാവുന്നത് ഏതാണ്? ഉചിതമായത് തിരഞ്ഞെടുക്കുക. ആൻസർ ഡി ആണ്, മേൽപ്പറഞ്ഞ എല്ലാം ഉൾപ്പെടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാതാപിതാക്കൾക്കും മുതിർന്ന പൗരന്മാർക്കും സംരക്ഷണ ചെലവ് നൽകുന്ന 2007 നിയമം അനുസരിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ആൻസർ എ ആണ്, സംരക്ഷണ ചെലവിലേക്കായി പ്രതിമാസം പരമാവധി 10,000 രൂപയാണ് ട്രിബ്യൂണലിന് വിധിക്കാവുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് ഉള്ള ചെയർപേഴ്സണെയും അംഗങ്ങളെയും സംബന്ധിച്ച് താഴെ പറയുന്ന 2 പ്രസ്താവനകൾ ശ്രദ്ധിച്ച ശേഷം ശരിയായത് തിരഞ്ഞെടുക്കുക.
സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് ചെയർപേഴ്സണെയും അംഗങ്ങളെയും നിയമിക്കുന്നതിനുള്ള ശുപാർശ ചെയ്യുന്ന സമിതിയിൽ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവും ഉൾപ്പെടുന്നു. ചെയർപേഴ്സണായി നിയമിതനായ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് കേരള ഹൈക്കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ആൻസർ എ ആണ്. പ്രസ്താവനകൾ രണ്ടും ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം അനുസരിച്ച് താഴെ പറയുന്ന രണ്ട് പ്രസ്താവനകൾ ശ്രദ്ധിച്ച ശേഷം ശരിയായത് തിരഞ്ഞെടുക്കുക. ഈ നിയമത്തെ പറഞ്ഞിരിക്കുന്ന വിവിധ കുറ്റകൃത്യങ്ങളിൽ അതിന്റെ ഗൗരവം അനുസരിച്ച് പരമാവധി വധശിക്ഷ വരെ ലഭിക്കാവുന്നതാണ്. നിയമവുമായി ബന്ധപ്പെട്ട് കുട്ടികളിൽ നിന്നും മൊഴികൾ രേഖപ്പെടുത്തുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ യൂണിഫോമിൽ ആയിരിക്കരുത്. ആൻസർ ബി ആണ്. പ്രസ്താവനകൾ രണ്ടും ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ആക്ട് 2014 അനുസരിച്ച് താഴെ പറയുന്ന രണ്ട് പ്രസ്താവനകൾ ശ്രദ്ധിച്ച ശേഷം ഉചിതമായ ഉത്തരം തിരഞ്ഞെടുക്കുക. ന്യൂനപക്ഷം എന്നത് 1992 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിയമപ്രകാരം പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള സമുദായം ആയിരിക്കണം. കമ്മീഷനിൽ അംഗങ്ങളിൽ ഒരു വനിത ഉണ്ടായിരിക്കേണ്ടതും അത് ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നും ആയിരിക്കേണ്ടതുമാണ്. ആൻസർ ബി ആണ്. പ്രസ്താവനകൾ രണ്ടും ശരിയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.